അപ്പോൾ കേരളത്തോട്ട് വരുമ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ചെക്കിംഗ് ഇല്ല. കേരളത്തിൽ ഇവരെ പിടിക്കാനുള്ള സംവിധാനം, ഇൻഫോമേഴ്സ് ഇല്ലാണ്ട് ഇവർക്ക് പിടിക്കാനുള്ള സംവിധാനവും ഇല്ല കേരളത്തിൽ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് ഇത്തരം ഡ്രഗ്സ് കേരളത്തിൽ വരുന്നത്. ഒരു ടീമിനെ പിടിക്കും, 5-6 ചെയിനെ ക്രിയേറ്റ് ചെയ്യും, 5 ലക്ഷം രൂപ വെച്ച് വിലവേശും, 1 ലക്ഷത്തിന് ഒഴിവാക്കി വിടും. അപ്പോൾ ഇവർക്കത് ഡ്രഗ് ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുകയാണ്. അവിടുത്തെ പോലീസുകാരാണെങ്കിലും ഒരു വേറെ ആക്ഷനും ഇല്ല. അപ്പോൾ ഈ ഡ്രഗ്സൊക്കെയാണ് കേരളത്തിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇന്നാൾ നമ്മൾ കണ്ടു, ഒരു മാസം മുമ്പ് തൃപ്പൂണിത്തുറയിൽ 500 ഗ്രാം MDMA പിടിച്ചത്. അത് ജസ്റ്റ് പോലീസ് ചെക്കിങ്ങിലാണ് പിടിച്ചത്. ഈ 500 ഗ്രാം MDMA ശരിക്കും പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് ഒരു പോലീസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് അവിടെ പിടിക്കേണ്ട കാര്യമായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് ചെക്കിങ്ങിൽ ഇവർ പാനിക്കല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഈ 500 ഗ്രാം ഇപ്പോൾ നമ്മൾ നാട്ടിലെല്ലായിടത്തും വൈഡ് സ്പ്രെഡായി പോയേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ. ഇപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ഡ്രഗ് ഡേ ആണ്. അപ്പോൾ എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് കൺട്രോൾ ചെയ്തേ പറ്റും. ഞാനിപ്പോൾ എൻ്റെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 ലക്ഷം രൂപ തന്നെ ഈ 9 കൊല്ലമായിട്ട് ഡ്രഗ് പിടിക്കാൻ ഇപ്പോൾ നമ്മുടെ തേവര ACP രാജ്കുമാർ സാറിൻ്റെ ഒരു സ്കോറിന് വേണ്ടി തന്നെ 4000 രൂപ ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ പിടിച്ചു കൊടുത്തത്. ഞാൻ അവിടുന്ന് പൈസ വാങ്ങാൻ തിരിച്ച് മേടിക്കാനൊന്നും പോലും. ഞാൻ എൻ്റെ പാഷനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗും കറപ്ഷനും എനിക്ക് കൺട്രോൾ ചെയ്യണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ACയുടെ നാർക്കോട്ടിക്സിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഞാനിന്ന് ഒരു പ്രസ് മീറ്റ് നടത്താമെന്നതിനോട് മിനിഞ്ഞാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ രാത്രി ട്രെയിൻ കയറി ഇന്ന് രാവിലെയാണ് എത്തിയത്. ഈ ജനങ്ങൾ ഇപ്പോൾ പോലീസിനൊക്കെ ഇൻഫോം ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ ഇൻഫോം ചെയ്യണ ഏത് സാഹചര്യത്തിൽ വെച്ചാൽ അവർക്ക് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ടൈമിൽ മാത്രമാണ് ഈ ആൾക്കാർ പോലീസിനോ എക്സൈസിനോ ഇൻഫോം ചെയ്യുന്നത്. അതുവരെ അവർ സഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഈ ആൻറ്റി സോഷ്യലിൻ്റെ മുമ്പിൽ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ തുണ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും അതായത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രഗ് ഇൻഫോം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എക്സാക്റ്റ് ആയിട്ട് ആ ഡ്രഗ് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവർക്ക് റിവാർഡ് കൊടുക്കാം. ഒരു 5000 രൂപ 2000 രൂപ അവർക്ക് കൊടുത്താൽ മതി. അതൊരു പ്രശ്നമില്ല ഗവൺമെൻറ്റിന്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ യോദ്ധാവ് എന്നുള്ളൊരു ഇതുണ്ട്, ഫോൺ നമ്പർ, അവരാണ് പിടിക്കുക. പക്ഷെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ വിളിച്ചാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും കിട്ടൂല. നമുക്കൊരു ക്വിക്ക് ആക്ഷൻ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിനുള്ള ആക്ഷൻ ഇവരെ പിടിക്കണമെങ്കിൽ എന്തെങ്കിലും സംവിധാനം വേണം നമ്മുടെ കേരളത്തിൽ. ഇതിപ്പോൾ യോദ്ധാവ് എന്നുള്ള നമ്പർ, ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടും വിളിച്ചാലും എടുക്കൂല. ചിലപ്പോൾ അൺറീച്ചബിൾ ആയിരിക്കും, ചിലപ്പോൾ റിപ്ലൈ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബാംഗ്ലൂർ എനിക്കിപ്പോൾ പിടിച്ചു കൊടുക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ അവിടെ പൈസയാണ്, കറപ്ഷനാണ്. അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ തരാമെന്നൊരു ഓഫർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു നിരവധി പ്രൂഫ്സ് ഉണ്ട്. കെട്ടി തൂക്കിയിട്ട് അടിച്ചവരെ എന്നെ വിളിക്കണതും പൈസയ്ക്ക് വേണ്ടി പോലീസുകാർ, ഡ്രഗ് ഇല്ലാണ്ട്. അത് 1 ഗ്രാമിനാണ്. ഇപ്പോൾ കേരളത്തിൽ 1 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ എന്താണിത് നമുക്കറിയാം. ഒരു FIR എടുക്കും, ഒരകത്ത് വിടും, അല്ലെങ്കിൽ പെറ്റി കേസാകും. പക്ഷേ ബാംഗ്ലൂർ അങ്ങനെയല്ല. ഒരു 10 ഗ്രാം 50 ഗ്രാം പിടിച്ചാലും ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് ഇറങ്ങി പോവാം. അതിന് ഇവർ തന്നെ വേ ഉണ്ടാക്കും, പോലീസുകാർ തന്നെ. അവർ ഫോൺ തരും, സെല്ലിൻ്റെ അകത്തോട്ട് വിളിച്ചോളാൻ പറയും. ഫുഡും വാങ്ങിച്ച് അവർ അടി പിടിയൊന്നുമില്ല. ഫസ്റ്റ് പിടിക്കുമ്പോൾ അടി പിടി മാത്രമേ ഉള്ളൂ, ഒന്ന് പേടിപ്പിക്കാനുള്ള. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദും ബോംബെയിലൊക്കെ അവരെ പിടിച്ചു കൊടുക്കാൻ നിർത്തി. ഇപ്പോൾ കേരളത്തിൽ പിടിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതില്ല, സിസ്റ്റവും ഇല്ല. ഇവർക്ക് കറക്റ്റ് ഇങ്ങനെ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോലീസുകാർ പോലും അവർ ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ ഓക്കെ. പക്ഷെ അവരുടെ ആ സ്ഥലത്തൊരു പോസ്റ്റിൻ്റെ അടിയിലോ അവിടെ എവിടെ എടുത്തെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ബയ്യർ വരുമ്പോൾ അത് എടുത്ത് കൊടുക്കും. അതേസമയം ഇവർക്ക് ഈ മെഷീൻ ഉണ്ടെങ്കിലോ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ വെള്ളം അടിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ലേ പോലീസ് ചെക്കിങ്ങിൽ, അതേപോലെ ടെസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിനുള്ള ഫണ്ടിങ് ഒന്നും ഇവർ ചെയ്യുന്നില്ല. ഈ AI ക്യാമറയ്ക്കൊക്കെ ഫണ്ടിങ് ചെയ്തു, പല അനാവശ്യ കാര്യങ്ങളൊക്കെ ഫണ്ടിങ് ചെയ്തു. പക്ഷേ നമുക്ക് ഡ്രഗും കറപ്ഷനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷർ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറേ വട്ടം PMOക്ക് അവിടേക്ക് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത്, ഇപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് ഹൗസിൽ ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് 2 കൊല്ലം മുമ്പ് ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ. പക്ഷേ അവർ പാസ് തരുന്നില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പാഷനായിട്ട്, എൻ്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പാഷൻ, ഞാനിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത് കൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എൻ്റെ വാഗ്ദാനം തന്നെ എറണാകുളം ഇന്ത്യയിലെ ആദ്യ മറ്റേ ഡ്രഗ്സും കറപ്ഷനും കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു. അവിടെ തീർന്നു അത്. അപ്പോൾ ആരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഡ്രഗും കറപ്ഷനും കൺട്രോൾ ചെയ്താലാണ് ഒരു നാട്ടിലൊരു അതിൻ്റെ ഒരു പീസ്, അല്ലെങ്കിൽ ഒരു എക്കണോമി സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ എനിക്കൊരു കഞ്ചാവിൻ്റെ പാക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ
എന്താണ് ഇപ്പോൾ MDMA കിട്ടും. ഇപ്പോൾ 5-6 ഡീൽ എൻ്റെ കയ്യിൽ ഫോണിലുണ്ട്. എൻ്റെ ഫോണിലൊക്കെ ഞാൻ അവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് VL എന്നിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോലീസിൻ്റെ എക്സൈസിന് ബാംഗ്ലൂർ അവരുടെ എല്ലാവരുടെയും ഭാഗത്ത് ലീഡ്സ് ഡെയിലി 5-6 ലീഡ്സ് ഡെയിലി കിട്ടും. അപ്പോൾ നമ്മളൊരു സ്റ്റാഫുകളെ വെച്ചിട്ട് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇവർ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇനിഷ്യേഷൻ പോലും ഞാൻ ചെയ്യുന്ന ഇനിഷ്യേഷൻ പോലും പോലീസിന് ഓക്കെ, ഇപ്പോൾ അവർക്ക് വേറെ ഡ്യൂട്ടീസ് ഉണ്ട്, പക്ഷേ പവർ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ പോലും. ഇപ്പോൾ ബാംഗ്ലൂർ ISD എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മുടെ ബിനീഷ് കോടിയേരിയുടെ പുള്ളീനെ പിടിച്ച ടീംസ്. അവർ പോലും പൈസ വാങ്ങിച്ചാണ് വിടുക. അതിൻ്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ ഒരു ടീമിനെ ബാംഗ്ലൂരിൽ പിടിച്ചിട്ട് അവർ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വിടുക. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ കറപ്ഷനാണ് വളർന്നു വന്നത്. കറപ്ഷൻ കാരണം എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ചാൽ കേരളത്തിലാണ് പ്രശ്നം. അവിടുന്ന് ഡ്രഗ്സ് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അയാളുടെ ഇരട്ടപ്പേര് ചാത്തെന്നോ അങ്ങനത്തോണ്. അയാൾ നമ്മുടെ ഇവിടെ ചോയ്സ് അവനുള്ള സ്കൂളുകൾ, ഈ ഹൈ പ്രൊഫൈൽ സ്കൂളുകളിലെ പിള്ളേരെ ഈ കടവന്ത്രയിൽ 3-4 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് അവരെ കൊണ്ടാണ് ഡ്രഗ് സെയിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇൻഫോമറിനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പക്ഷേ വന്നില്ല. പുള്ളി മുളകുപാടുള്ളതാണ്, അല്ലെങ്കിൽ പുള്ളിയും ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പം ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് ഡ്രഗ്സ് വിൽക്കുന്ന ഒരു ടീമുണ്ട് കടവന്ത്രയിൽ. അപ്പോൾ അവരെ പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇവരെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ 18 years ഓൾഡറാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ അപ്ഡേഷനൊക്കെ നേരത്തെ വരേണ്ടതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഈ PT പീരീഡ് പോലെ ഈ ലോയിനെ കുറിച്ച് അല്ലെങ്കിൽ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരില്ല ഇന്ന്. ഇപ്പം ഇന്നും അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് അവരെ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കാൻ പറ്റും എന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഇൻഫോമറിൻ്റെ ഇതുപോലെ ഇരിക്കും, എന്നിട്ട് NCBക്ക് കൈമാറാൻ വേണ്ടി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഞാൻ ഈ 9 വർഷമായിട്ട് ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് അറിയാം ഇതിപ്പോൾ പോലീസാണെങ്കിൽ അവർക്ക് പോലും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആരും പറയുന്നില്ല, പോലീസാണെങ്കിലും ഇവർ NCB ആണെങ്കിലും. ഇൻഫോമറിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ പുറത്ത് വന്നില്ല. മാധ്യമങ്ങൾ എന്താ വന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ആലുവയിൽ 1 കിലോ MDMA പിടിച്ച്. ഈ MDMA പിടിച്ചെന്ന് പറയുമ്പോൾ ഇവരുടെ ഫോട്ടോ, ഭയങ്കര മ്യൂസിക് കിട്ടി ഇവരുടെ ഫോട്ടോ, എവിടെ നിന്നാണ് സ്ഥലം പിടിച്ചത് എന്നൊക്കെ ഇവർ മാധ്യമത്തിൽ വന്നെയാണല്ലോ, ഇങ്ങനെ അലേർട്ടായി വന്നെയാണല്ലോ എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ള പെഡ്ലേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ചെറുകിട അല്ലെങ്കിൽ ഇവർ കൊടുക്കാൻ വന്ന ആൾക്കാർ, അവരൊക്കെ സൈലൻ്റ് ആയി പോകും. മെയിൻ പോയിന്റ്സ് കൊടുത്തോട്ടെ മാധ്യമങ്ങൾ, അത് അവരുടെ ഫ്രീഡമാണ് ഇങ്ങനെ ഇത് പബ്ലിഷ് ചെയ്യണത്. പക്ഷേ ഇത് നമ്മുടെ ഇതിൽ ഇല്ല, ഇൻഫോമറിൻ്റെ വിവരമല്ല, ഈ പിടിക്കുന്ന ആൾക്കാരില്ല, ഈ സപ്ലയറുടെ വിവരങ്ങൾ കൊടുക്കരുത്. മെയിൻ ഇപ്പോൾ 1 കിലോ MDMA എറണാകുളത്ത് പിടിച്ചു എന്ന് കൊടുക്കാം, ആലുവയിൽ നിന്ന് പിടിച്ചു എന്ന് കൊടുക്കരുത്. ആലുവയിൽ നിന്ന് പിടിച്ചു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ അലേർട്ട് ആവുകയാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ 1 മാസത്തേക്ക് സൈലൻ്റ് ആയിരിക്കും. അവർ അടുത്ത വലിയ ഡീൽ നോക്കും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 1 കിലോ ആലുവയിൽ നിന്ന് പിടിച്ചു. അങ്ങനെ അത് അറിഞ്ഞ് ഇപ്പോൾ എനിക്കൊരു 5 ഡീലുകൾ കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവർ അതാ പറഞ്ഞത്, അതൊന്ന് ഒതുങ്ങട്ടെ എന്നുള്ള ഇതാണ് പറയുന്നത്, മനസ്സിലാണ്. അപ്പോൾ ഈ ഇത്രയും ഇങ്ങനെ എറണാകുളത്ത്, ഇപ്പോൾ ആലുവ എന്ന് പോലും പറയരുത്, എറണാകുളത്ത് നിന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പിടിച്ചെന്ന് വാർത്തയെ കൊടുത്തുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. മീഡിയക്കാർക്ക് ഉപകാരമില്ല, ജനങ്ങൾക്ക് ഉപകാരമില്ല. പോലീസിന് അറിയാലോ, അവരല്ലേ പിടിക്കുന്നത്, അല്ലെങ്കിൽ അതാത് ഏജൻസിയിലെ പിടിക്കും. ഇപ്പോൾ എക്സൈസ് ആണെങ്കിലും അവർ അങ്ങോട്ട് ഇൻ്റർലിങ്ക് ഉണ്ട്, അവർക്ക് അറിയാം ഇൻഫോർമേഷൻ. അവർക്ക് ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം അറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വാർത്ത വന്നോന്നില്ല, ഇപ്പോൾ ഒരുത്തിനെ പിടിക്കുമ്പോൾ മറ്റേ നമ്പർ അവരുടെ ഫോണിൽ നിന്ന് എടുത്ത് അവർ സേവ് ചെയ്യും. അതിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ FB നമ്പർ. അപ്പോൾ അവർ ഇൻറ്റേർണലി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മീഡിയാസിൽ ഇങ്ങനെ ഫ്ലാഷായിട്ട് നല്ല പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രൊമോഷനാണ്, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അലേർട്ടായിരിക്കും, ഒന്ന് ആലുവയിൽ ഇറങ്ങണ്ട, നമുക്കെന്താ തൊട്ടപ്പുറത്ത് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ ഇടാം. അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്, പല അലേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്, അവർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഫ്രീലാൻസാണ്. എനിക്കിപ്പോൾ എന്ത് വന്നാലും എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പാഷനായിട്ടാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഇൻഫോമേഴ്സ് കൂടിയാലാണ് അവർക്ക് സപ്പോർട്ട്, ഈ പോലീസ് NCBക്കൊക്കെ സപ്പോർട്ട് കിട്ടുള്ളൂ. അല്ല, എനിക്ക് തെറ്റുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെയും കൂടി തെറ്റുണ്ടായി. ഞാൻ നോർത്ത് സ്റ്റേഷനിൽ CIനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു ആക്ഷനും ഇല്ല. ഞാൻ 1-2 കൊല്ലം എൻ്റെ ത്രെട്ടൊക്കെ കേൾക്കണമെങ്കിൽ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പാഷനാണ്, എൻ്റെ ഫീൽഡ് അതാണ്, എൻ്റെ പാഷൻ അതാണ്. അതിനാണ് ഞാൻ ഏജൻസി പറയും. എൻ്റെ ഇപ്പോൾ എനിക്ക് ഇന്നലെ എനിക്ക് തെറ്റുണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് ഞാനത് സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്ത് അത് ഇൻറ്റിമേഷൻ പോയി. അത് നാളെ മറ്റുള്ളതിനെ എൻക്വയറിക്ക് വിളിക്കും, അതവിടെ തീർന്ന്, മനസ്സിലാവുന്നുണ്ടോ. അവരൊന്നും ചെയ്യാൻ പോലുള്ള പോലീസ്. എൻ്റെ മിനിഞ്ഞാന്ന് ഞാൻ CIനെ വിളിച്ച് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം. അത് 1.5 കൊല്ലമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് കേരളത്തിലെ മെയിൻ ഡ്രഗ് പെഡ്ലേഴ്സ് ഒരു ഗ്യാങ് ആയിട്ട് ഒരുത്തനെ ലീഡ് ചെയ്തിട്ട് വിളിക്കുന്ന ഓഡിയോസാണ്
ഇതൊക്കെ 1.5 കൊല്ലം നമ്മുടെ ACP രാജ്കുമാർ സാറിനൊക്കെ അയച്ചതാണ്. പക്ഷെ അവരൊന്നും ആക്ഷൻ എടുക്കുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണത്. കാരണം വെച്ചാൽ അവർക്ക് ഇതെടുത്താൽ ഇതിൻ്റെ മേളിലുള്ള സപ്ലയർ ഗവൺമെൻറ്റായിട്ട് പിരിവാറുകളാണെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല, അവർ ഗവൺമെൻറ് എംപ്ലോയി അല്ലേ. അതെ ACP നേരിട്ടാണ്, രാജ്കുമാർ സാർ നേരിട്ടാണ് ഇപ്പോൾ DYSP നേരിട്ട്. ഇപ്പോൾ എന്നോട് ഇത് കഴിഞ്ഞിട്ട് 10 സമയം കൊണ്ട് AC വരാൻ പറഞ്ഞേക്കുന്നത്, നമ്മുടെ മറിയൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് അവിടെയാണ് AC ഇരിക്കുന്നത്. അപ്പോൾ അവനോട് വരാൻ പറഞ്ഞേക്കുന്നുണ്ട്. അവർ അവരുടെ മറ്റേ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പോലീസാണ് ഇവരാണെങ്കിൽ, പക്ഷേ ഇവർക്കൊരു സപ്പോർട്ട് വേണ്ടേ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പോലീസുകാർ എക്സൈസും ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ. ഇങ്ങനെ പ്രൈവറ്റ് ഏജൻസിയായിട്ട് ഞാൻ പോലും ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവർക്കുള്ള അധികാരം കൊടുക്കുന്നില്ല അതിനുള്ള.